1928 മാർച്ച് 10 വാൾട്ടൺ കോളിൻസ് എന്ന 9 വയസ്സുകാരൻ അവന്റെ അമ്മ ക്രിസ്റ്റീൻ കോളിൻസിൽ നിന്ന് പണം വാങ്ങി ലോസ് ആഞ്ചലസിലെ ലിങ്കൻ ഹൈറ്റ്സിലുള്ള ഒരു സിനിമാ തിയേറ്ററിലേക്ക് പോയത് ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയുടെ തുടക്കമായി മാറി. മകൻ സുരക്ഷിതനായി മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിൽ ക്രിസ്റ്റീൻ കാത്തിരുന്നു. എന്നാൽ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വാൾട്ടൺ തിരികെ വന്നില്ല. ഒരു അമ്മയുടെ ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു അത്. ഒട്ടും വൈകാതെ അവൾ ലോസ് ആഞ്ചലസ് പോലീസിൽ പരാതി നൽകി. എന്നാൽ ഈ കേസ് കൈകാര്യം ചെയ്ത രീതിയും അതിന് പിന്നാലെ നടന്ന സംഭവങ്ങളും അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെയും പോലീസിന്റെയും കെടുകാര്യസ്ഥതയുടെയും മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിന്റെയും നീർക്കാഴ്ചയായി പിന്നീട് മാറി. വാൾട്ടറിനെ കാണാതായ സമയത്ത് തന്നെ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10, 9, 12 വയസ്സുള്ള ആൺകുട്ടികളെയും കാണാതായിരുന്നു. ഈ പരാതികൾ പലപ്പോഴും പോലീസ് ഗൗരവമായി എടുത്തിരുന്നില്ല. ഈ അലംഭാവം വാൾട്ടറിന്റെ കേസിലും ആവർത്തിച്ചു. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിന് യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. എന്നാൽ 5 മാസങ്ങൾക്ക് ശേഷം ക്രിസ്റ്റീനെ തേടി ഒരു ഫോൺ കോൾ വന്നു. അവളുടെ മകനെ കണ്ടെത്തിയെന്ന് ലോസ് ആഞ്ചലസ് പോലീസ് അറിയിച്ചു. നഷ്ടപ്പെട്ട തന്റെ മകനെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ക്രിസ്റ്റീൻ പോലീസ് സ്റ്റേഷനിലെത്തി. എന്നാൽ അവിടെ കണ്ട കാഴ്ചകൾ അവളെ ഞെട്ടിച്ചു. പോലീസ് കാണിച്ചു കൊടുത്ത കുട്ടി അവളുടെ മകൻ വാൾട്ടർ ആയിരുന്നില്ല. രൂപത്തിലും ഭാവത്തിലും ഉയരത്തിലും യാതൊരു സാമ്യവുമില്ലാത്ത ഒരു കുട്ടിയാണ് അവർ വാൾട്ടർ കോളിൻസ് എന്ന് പറഞ്ഞ് അവൾക്ക് മുന്നിൽ നിർത്തിയത്. ഇതെന്നെ മകനല്ല എന്ന് ക്രിസ്റ്റീൻ ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും പോലീസ് അതൊന്നും മുഖവിലക്കെടുത്തില്ല. നിങ്ങളുടെ മകനെ കണ്ടെത്തിയപ്പോൾ നിങ്ങൾ ആളെ കളിയാക്കുകയാണോ എന്നായിരുന്നു പോലീസിന്റെ പ്രതികരണം. കേസ് വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള പോലീസിന്റെ തന്ത്രമായിരുന്നു ഇത്. ക്രിസ്റ്റീൻ നൽകിയ തെളിവുകളും വിവരങ്ങളും അവർ അവഗണിച്ചു. കുട്ടിയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവർ ക്രിസ്റ്റീനെ നിർബന്ധിച്ചു. എന്നിട്ടും തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന ക്രിസ്റ്റീനെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീ എന്ന വ്യാജേന പോലീസ് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അടച്ചു. പോലീസിന്റെ ഈ ക്രൂരമായ നടപടിക്ക് പിന്നിൽ അന്ന് ലോസ് ആഞ്ചലസ് പോലീസ് കമ്മീഷണറായിരുന്ന ജെയിംസ് ഇ ഡേവിസിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. പോലീസിന്റെ വീഴ്ചകൾ മറച്ചുവെച്ച് അവരുടെ വിജയം ലോകത്തെ അറിയിക്കുക എന്നതായിരുന്നു ജെയിംസ് ഡേവിസിന്റെ ലക്ഷ്യം. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പുറത്തു വന്ന ശേഷവും ക്രിസ്റ്റീൻ തന്റെ പോരാട്ടം തുടർന്നു. ഈ സമയത്താണ് അമേരിക്കയെ നടുക്കിയ ഒരു കൊടും ക്രൂരതയുടെ ചുരുളുകൾ അഴിയാൻ തുടങ്ങുന്നത്. ജെസ്സി എന്ന 19-കാരി തന്റെ സഹോദരൻ ക്ലർക്കിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി പോലീസിൽ പരാതി നൽകി. ജെസ്സിയുടെ അമ്മായിയുടെ മകനായ ഗോർഡൻ നോർത്ത് ഫാമിൽ സഹായിയായി നിൽക്കുകയായിരുന്നു 12 വയസ്സുകാരനായ ക്ലർക്ക്. ക്ലർക്ക് എഴുതിയ കത്തുകളിൽ ദുരൂഹത തോന്നിയ ജെസ്സി പോലീസിനെ സമീപിച്ചു. ജെസ്സിയുടെ സഹോദരന്റെ ജീവന് എന്തോ ആപത്തുണ്ടാകുമെന്ന് അവൾക്ക് തോന്നി. ജെസ്സിയുടെ പരാതിയിൽ പോലീസ് ഗോർഡൻ നോർത്ത് ഫാമിലെത്തി. എന്നാൽ പോലീസിന്റെ വരവ് മുൻകൂട്ടി അറിഞ്ഞ ഗോർഡനും അമ്മയും ഫാമിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഫാമിൽ നടത്തിയ പരിശോധനയിൽ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് മനുഷ്യ രക്തത്തിന്റെ ഗന്ധം, മാംസം വെട്ടിമുറുക്കാൻ ഉപയോഗിക്കുന്ന കത്തികൾ, കാണാതായ കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവ കണ്ടെത്തി. ക്ലർക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നത്. ഗോർഡൻ പിഞ്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കൊന്നു തള്ളിയിരുന്നു. ഇതിനെ ഗോർഡന്റെ അമ്മയും കൂട്ടുനിന്നു. കുട്ടികളെ ഫാമിലേക്ക് ആകർഷിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച ശേഷം വലിയ കത്തികൾ ഉപയോഗിച്ച് വെട്ടിനുറുക്കി കുമ്മായം തേച്ച് ഫാമിന്റെ പല ഭാഗങ്ങളായി കുഴിച്ചിടുകയായിരുന്നു ഇവരുടെ ക്രൂരമായ രീതി. ക്ലർക്കിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഗോർഡൻ അറസ്റ്റിലായി. ആദ്യം താൻ നിരപരാധിയാണെന്ന് വാദിച്ചെങ്കിലും ഫാമിനുള്ളിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത നിരവധി ശവക്കുഴികൾ ഗോർഡന്റെ കുറ്റം തെളിയിച്ചു. 4 കുട്ടികളെ കൊന്നുവെന്ന് ഗോർഡൻ സമ്മതിച്ചെങ്കിലും പോലീസ് നടത്തിയ കൂടുതൽ പരിശോധനകളിൽ 20ഓളം കുട്ടികളെ ഇയാൾ കൊലപ്പെടുത്തിയതായി കണ്ടെത്തി. എന്നാൽ കോടതിയിൽ തെളിയിക്കാൻ വേണ്ട തെളിവുകൾ ഇല്ലാത്തതിനാൽ ചില കേസുകളിൽ മാത്രം വിചാരണ നടന്നു. ഗോർഡൻ കൊലപ്പെടുത്തിയതായി തെളിഞ്ഞ കുട്ടികളുടെ പട്ടികയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പേരുണ്ടായിരുന്നു: വാൾട്ടർ കോളിൻസ്. തന്റെ മകനെ ഗോർഡൻ കൊലപ്പെടുത്തിയെന്ന് അറിഞ്ഞപ്പോഴും പോലീസ് അവളെ ഒരു ഭ്രാന്തിയാക്കി മാറ്റിയതിന്റെ വേദന ക്രിസ്റ്റീനെ വേട്ടയാടി. ഗോർഡൻ നടത്തിയ ഈ കൂട്ടക്കൊലകൾ മാധ്യമങ്ങളിൽ ചിക്കൻ കൂപ്പ് മർഡേഴ്സ് എന്ന പേരിൽ കുപ്രസിദ്ധമായി. 1929 കേസിൽ വിചാരണ ആരംഭിച്ചു. ഗോർഡൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതോടെ കോടതി അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. 1930 ഗോർഡനെ തൂക്കിലേറ്റി. ഗോർഡൻ കൊല്ലപ്പെട്ടെങ്കിലും വാൾട്ടർ കോളിൻസിന്റെ അമ്മ ക്രിസ്റ്റീനെ നീതി ലഭിച്ചില്ല. പോലീസിന്റെ കെടുകാര്യസ്ഥതയും അവരുടെ വീഴ്ചകൾ മറച്ചുവെക്കാനുള്ള ദുഷ്ടലാക്കം കാരണം ആ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനയ്ക്ക് ഗോർഡന്റെ മരണം പരിഹാരമായില്ല. ആ കറുത്ത അധ്യായം അമേരിക്കൻ ചരിത്രത്തിൽ ഇന്നും ഒരു ദുരന്തമായി നിലകൊള്ളുന്നു. നീതിക്കായി ഒരു അമ്മ നടത്തിയ പോരാട്ടവും അതിന് ലഭിച്ച ദുരന്ത പര്യവസാനവും അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നേരെ ഇപ്പോഴും ചോദ്യചിഹ്നം ഉയർത്തുന്നു. തെരുവിൽ നിന്നും ഒരു തുണ്ട് മാംസം പോലെ കാണാതായ വാൾട്ടൺ കോളിൻസ് എന്ന കുഞ്ഞും അവന്റെ ജീവിതം തച്ചൊടിച്ച ക്രൂരതയും അമേരിക്കൻ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി ഇന്നും നിലകൊള്ളുന്നു. അവന്റെ അമ്മ ക്രിസ്റ്റീൻ കോളിൻസ് നടത്തിയ ധീരമായ പോരാട്ടവും ഒടുവിൽ അവൾക്ക് നേരിടേണ്ടി വന്ന നീതി നിഷേധവും കാലം മായ്ക്കാത്ത മുറിപ്പാടായി അവശേഷിക്കുന്നു.
ഈ സംഭവം അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെയും പോലീസിന്റെയും പ്രവർത്തനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചരിത്രത്തിൽ ഒരു ഇരുണ്ട അധ്യായമായി ഇന്നും നിലനിൽക്കുന്നു. വാൾട്ടർ കോളിൻസിന്റെ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അധികാരം ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ ശബ്ദം പോലും ഇല്ലാതാകുമെന്ന്.